ഹായ്, വെൽക്കം ടു കലവറ. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചീര അവിയലാണ്. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല ചുവപ്പ് ചീരയാണ്. അത് ഇളം ചീരയാണ്. അതിൻ്റെ തണ്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ്. പെട്ടെന്ന് വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് 1 കപ്പാണ്. ചീരയുടെ ഇല ചെറുതായിട്ട് അരിഞ്ഞത് 1 കപ്പ്. വെള്ളരിക്ക നീളത്തിൽ അരിഞ്ഞത് 2 കപ്പ്. മാങ്ങ 3/4 കപ്പ്. മാങ്ങ ഒരുപാട് പുളിയുള്ളതുമല്ല, എന്നാൽ തീരെ പുളിയില്ലാത്തതുമല്ല. ഞാൻ 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പുളി എത്ര വേണമെന്നുള്ളതനുസരിച്ച് നിങ്ങൾക്ക് മാങ്ങ എടുക്കാം. ഇനി അരപ്പിന് വേണ്ടുന്ന സാധനങ്ങൾ: തേങ്ങ തിരുമിയത് 1/2 കപ്പ്, 3-4 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടെ അരച്ചാണ് എടുക്കുന്നത്. പിന്നെ പൊടിയായിട്ട് ചേർക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ്. പിന്നെ ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും. അത് ലാസ്റ്റ് ചേർക്കുന്നതാണ്. ചീരയോടൊപ്പം ഇപ്പം വെള്ളരിക്ക മാത്രമേ ചേർക്കുന്നുള്ളൂ. ചക്കക്കുരു കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ചേർക്കാം. അത് നല്ലതാണ്, ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇവിടെ അതിപ്പോൾ കിട്ടുന്ന സീസൺ അല്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. ചക്കക്കുരു നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നീളത്തിലരിഞ്ഞ് വെള്ളരിക്കയൊക്കെ ചേർക്കുന്നതിനോടൊപ്പം ചേർത്താൽ മതി. സ്റ്റവ് ഓണാക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. വെള്ളം അടച്ചു വയ്ക്കാം, നന്നായിട്ട് തിളക്കട്ടെ. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്ന ഇനി ഇതിലേക്ക് ചീരത്തണ്ട്, വെള്ളരിക്ക, 1 ടീസ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം. ഒരു 1/4 ഭാഗം വേഗമാകുമ്പോൾ ചീരയിലയും കൂടെ ഇതിനോടൊപ്പം ചേർക്കണം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അവിയലിന് അരയ്ക്കുന്ന പോലെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. ഇനി ചീരയില ചേർക്കാം. ചീരയില വെന്തിട്ടുണ്ട്. ഇനി മാങ്ങ ചേർക്കാം. ചുവപ്പ് ചീര തന്നെ എടുക്കണം, അതാണ് ഇതിന് നല്ലത്. ഇനി വേണം ഉപ്പ് ചേർക്കേണ്ടത്. ഉപ്പ് ആവശ്യത്തിന്. ചീരത്തണ്ടൊക്കെ വെന്ത് കുഴഞ്ഞിട്ടില്ല. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഇനി തീ കുറച്ച് വെച്ച് വേണം വേവിക്കേണ്ടത്. മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. ഇനി ഇതുപോലെ സ്പേസ് ഉണ്ടാക്കി അതിലേക്ക് അരപ്പിടണം. ഇനി സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കവർ ചെയ്ത് വെക്കണം. അരപ്പ് വേകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ വെള്ളം മിക്സ് കഴിയത് അതിലേക്ക് ചേർക്കുക. അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ, അല്പം കറിവേപ്പില ചേർക്കുക. ഇനി സ്റ്റൗ ഓഫ് ചെയ്യണം. അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിളക്കാം. കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പൂണിൻ്റെ ആ പിടിയുടെ ഭാഗം കൊണ്ട് ഇളക്കുന്നത്. ഒരുപാടിട്ട് ഇളക്കണ്ട, അതിൻ്റെ പീസൊക്കെ അല്ലെങ്കിൽ ഉടഞ്ഞു പോകും. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പും എരിയും പുളിയും എല്ലാം കണക്കിനുണ്ട്. ഇതിൻ്റെ മുകളിലിട്ടിരിക്കുന്നത് തിരുമിയ തേങ്ങയാണ്. നമ്മുടെ ചീര അവിയൽ സൂപ്പറായിട്ടുണ്ട്. നിങ്ങളത് ചെയ്ത് നോക്കണം. ഇതിനു മുമ്പുള്ള എൻ്റെ ഒരു വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ വീഡിയോസ് ഇട്ടൂടെ എന്ന്. സന്തോഷം. അധികം താമസിയാതെ തന്നെ അതുണ്ടാവും. ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിന് ഒരുപാട് വർക്ക് അതിൻ്റെ പുറകിലുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാതെ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.